നമസ്കാരം. മറ്റൊരു റെസ്യൂമെ അഡ്വൈസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കെമിസ്റ്റിൻ്റെ റെസ്യൂമെ അഡ്വൈസിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സജഷൻസ് പറയാനുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പതിവ് പോലെ 1-2 കാര്യങ്ങൾ പറയുകയാണ്. പ്രൈവസി കൺസേൺസ് കാരണം പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് മാസ്ക് ചെയ്യുകയാണ്. ആൻഡ് 2, ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു റിട്ടേൺ റൂളോ ഫോർമലി ഒന്നും തന്നെ ഇല്ല. അത് ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോജിക്കലായിട്ടുള്ള സെൻസിബിളായിട്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സെൻസിബിളാണ്, ലോജിക്കലാണ്, അങ്ങനെ ശരിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് എടുക്കാം. അല്ലാത്തവ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് തെറ്റും ശരിയും ഒരുപാട് എഴുകേറി പരിശോധിക്കുന്നതിൽ വലിയ യുക്തിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ റെസ്യൂമിലേക്ക് വരാം. ഫസ്റ്റ് തിങ്, ഒരു ഫയൽ നെയിം തൊട്ട് തുടങ്ങാം. cv8g.pdf എന്നാണ് ഫയൽ നെയിം ഉള്ളത്. അവിടെ തൊട്ട് ശ്രദ്ധിക്കുക. റെസ്യൂമയുടെ ഫയൽ നെയിം ഷുഡ് ബി നമ്മളുടെ പേരും ഇതെന്ത് ഡോക്യുമെൻ്റ് ആണെന്നും ആരുടെ എന്ത്. സോ ഇത് രണ്ടും ഉണ്ടാവുക. റെസ്യൂമെ ഓഫ്, ഇപ്പം ഞാൻ എൻ്റെ പേര് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്, റെസ്യൂമെ ഓഫ് അനന്തു വാസുദേവ് എന്ന രീതിയിൽ കൃത്യമായിട്ട് ഫയൽ നെയിം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി റെസ്യൂമെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു ബേസിക്കലി ഒരു പ്ലെയിൻ റെസ്യൂമെ ആണ്. ഒരു ട്രഡീഷണൽ റെസ്യൂമെ പോലെ ഒരു പ്ലെയിൻ റെസ്യൂമെ ആണെങ്കിലും ഇതൊരു ടെംപ്ലേറ്റ്, എനിക്കൊന്ന് ക്യാൻവയിലോ മറ്റോ അതുപോലെയുള്ള ടൂൾസിലോ മറ്റോ ചെയ്ത പോലത്തെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ പലപ്പോഴും ഞാൻ കാണുന്നൊരു കൺസേൺ, ഈ ആരോ എവിടെ നിന്നോ പറഞ്ഞു തുടങ്ങിയാണ് ഒരു റെസ്യൂമെ എന്ന് പറഞ്ഞ് ഒരു പേജ് ഉണ്ടാവാൻ പാടുള്ളതെന്നൊക്കെ. വെറും മണ്ടത്തരമാണ്. കാരണം ഒരു പേജിന് അപ്പുറമുള്ള റെസ്യൂമേസ് ആരും നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ എത്രത്തോളം ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ കുത്തിനിറച്ചത് ഒരുപാട് ലെങ്തി ആക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. നിങ്ങൾക്കൊരു സെൻസിബിളി എത്ര ലെങ്ത് വരെ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് പോവാം. എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചധികം കണ്ടൻറ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് 2 പേജ് റെസ്യൂമെ. സംടൈംസ് അത് മാക്സിമം 3 പേജ് വരെയൊക്കെ പോവാം, ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെയുള്ള സീനിയർ ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ. പക്ഷേ അതിനപ്പുറം ഒന്നും ആൾക്കാർ എടുക്കാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞങ്ങളിപ്പോൾ ഒരു 4 years ആയിട്ട് റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 12,500 ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് CEO ലെവലിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ C ലെവലിലുള്ള പ്രൊഫഷണൽസ് മുതൽ സ്റ്റുഡൻസ് വരെ എല്ലാവരുടെയും ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു സിംഗിൾ പേജിൽ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. 3 പേജ് റെസ്യൂമെയൊക്കെ നമ്മൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് വർക്ക് ചെയ്തു, റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ ഹയറിങ്ങിൽ ഷോർട്ട് ലിസ്റ്റിങ്ങിൽ അത് ത്രൂ ആയി, ജോലി കിട്ടി എന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് നമുക്ക് വരാറുണ്ട്. സോ നമുക്കത് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒരു പേജിലേക്ക് തന്നെ ഒതുക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുമ്പോൾ ഇപ്പം ഇതുപോലെ കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് അതിനകത്ത് അങ്ങ് കുത്തി നിറച്ചൊരു ഫീൽ വരും. അപ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നാത്ത പോലെ വരും. ഒരുപാട് കണ്ടൻറ്റ് ഇങ്ങനെ കുത്തി നിറച്ച് കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അലൈൻമെൻറ്റ് അവിടെ ഇവിടെയൊക്കെ മിസ്സായി കിടക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ വരും. ലെറ്റ് ഇറ്റ് ബി 2 pages. അങ്ങനെ അതിനുള്ളതാണെങ്കിൽ അങ്ങനെ ആക്കുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് ഒഴിവാക്കി ഒരു പേജിലാക്കുക. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതാണോ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യാം. ദെൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പേജിനെ ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഇങ്ങനെ കണ്ടൻറ്റ് വെക്കുന്നത് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് ഓവറോൾ ഒരു അലൈൻമെൻറ്റിൻ്റെ ആ ഒരു ഭംഗിയെ അത് അഫക്റ്റ് ചെയ്യും. 2, പലപ്പോഴും കണ്ടൻറ്റ് മിസ്സാകും. നമ്മൾ ഒരു സൈഡിലെ കണ്ടൻറ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പുറത്തെ കണ്ടൻറ്റിലേക്ക് ശ്രദ്ധ പോകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചിലപ്പോൾ എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ആദ്യം റെസ്യൂമെ നോക്കുമ്പോൾ വളരെ സ്പീഡിലായിരിക്കും നോക്കി പോവുക. അപ്പോൾ പല കണ്ടൻറ്റും നമ്മളുടെ ശ്രദ്ധയിൽ നിന്ന് മിസ്സായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഫൈൻ, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പേരുണ്ട്, താഴെ കെമിസ്റ്റ്, ഓക്കെ, ക്ലിയർ ആണ്. എന്നിട്ടൊരു പ്രൊഫൈൽ സമ്മറി പോലൊരു കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികമായി പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ജനറലി എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 സെൻറ്റൻസസ് ഉണ്ട്. അത് നമുക്ക് സെൻറ്റൻസസ് ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട്, അതായത് 2 സെൻറ്റൻസിനെ ഒറ്റ സെൻറ്റൻസാക്കി ക്ലബ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ ഒരു മാക്സിമം 3 സെൻറ്റൻസിലൊക്കെ നിർത്താൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു 5 സെൻറ്റൻസ് ഉണ്ട്. അതൊരു 3 സെൻറ്റൻസിലേക്ക് ഒന്ന് ക്ലബ് ചെയ്ത് മിക്സ് ചെയ്ത് ചെറുതാക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, മെയിൽ ID ഉണ്ട്, ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് ഉണ്ട്. അത് ഏറ്റവും അവസാനം ചെക്ക് ചെയ്യാം. ദെൻ സൈഡിൽ സ്കിൽസാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം സാമ്പിൾ പ്രിപ്പറേഷൻ, ട്രബിൾ ഷൂട്ടിംഗ്. ഈ ട്രബിൾ ഷൂട്ടിംഗ് ഒരു സിംഗിൾ വേർഡാണ് എന്നാണ് എൻ്റെ ധാരണ. ഒരു സ്പേസ് ഇട്ട് 2 വേർഡാക്കിയിട്ട് അല്ല കൊടുക്കുന്നതെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് കൺഫേം ചെയ്യുക. സോഫ്റ്റ്വെയർ പ്രൊഫിഷ്യൻസി എന്ന് അതിനകത്തൊരു പോയിൻ്റ് പോലെ കൊടുത്തിട്ട് അതൊരു സബ് ഹെഡിങ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ചലഞ്ചാണ്. കാരണം സ്കിൽസിൻ്റെ ലിസ്റ്റിനകത്ത് സാമ്പിൾ പ്രിപ്പറേഷൻ ഒരു സ്കില്ലാണ്, ട്രബിൾ ഷൂട്ടിംഗ് ഒരു സ്കില്ലാണ്, ഗ്ലാസ് വെയർ കാലിബ്രേഷൻ ഒരു സ്കില്ലാണ്. അതുപോലെ സോഫ്റ്റ്വെയർ പ്രൊഫിഷ്യൻസി എന്ന് എഴുതിയിരിക്കുകയാണ്. പിന്നെ 2 ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുമില്ല. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിട്രേഷൻ, അത് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് സ്കിൽസ് എന്ന് പറയുമ്പം അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ സ്കിൽസ് കൊടുക്കുമ്പം ഇതിൻ്റെ കൂടെയോ ഒരു സെപ്പറേറ്റ് ഹെഡായിട്ടോ ദ സോഫ്റ്റ് സ്കിൽസ് യു ഹാവ് ഡെഫിനറ്റ്ലി അത് ആഡ് ചെയ്യാം. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാൻഡിൽഡ് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജസ് ആക്ച്വലി എൻ്റെ സജഷൻ എപ്പോഴും
ലാംഗ്വേജസ് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു റോളാണ്. ഇപ്പോൾ അതിനകത്ത് അവർ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നു ഇന്ന ഇന്ന ലാംഗ്വേജസ് അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു ഭാഗത്തേക്ക് അതും കൂടെ കൊണ്ടുവന്നാൽ മതിയാവും. ലൈക്ക് യുവർ ലൊക്കേഷൻ, യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, ഇന്ത്യക്ക് പുറത്തേക്ക് വേണമെങ്കിൽ നാഷണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന കൂടെ ലാംഗ്വേജസ് കൂടി കൊടുത്താൽ മതിയാവും. ലാംഗ്വേജസ് നോൺ ഏതൊക്കെയാണ്, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി അവിടെ ലിസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരു സെപ്പറേറ്റ് ഹെഡിങ് വെക്കണമെന്നില്ല. ദെൻ ഇപ്പുറത്തേക്ക് വരുമ്പം വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. കെമിസ്റ്റ്. ഓക്കെ, 2023 ടു പ്രസൻറ്റ്. 2023 ടു പ്രസൻറ്റ് അല്ല, 2023 ഏത് മാസം. കാരണം 2023 ടു പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ 2023 ക്യാൻ ബി ജാനുവരി ആകാം, ഡിസംബറും ആകാം, വിച്ച് മീൻസ് ഒരു വർഷത്തിൻ്റെ ഡിഫറൻസ് വരും ഓൾമോസ്റ്റ്. അപ്പം മന്ത് കൃത്യമായിട്ട് കൊടുക്കുക, എക്സാക്ട് ഡേറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടൊരു ചലഞ്ച്, എല്ലാം പ്രൊഫിഷ്യൻ്റ് ഇൻ ആണ്. പ്രൊഫിഷ്യൻ്റ് ഇൻ കണ്ടക്ടിങ് ക്വാളിറ്റി പാരാമീറ്റർ അനാലിസിസ്, പ്രൊഫിഷ്യൻ്റ് ഇൻ ക്വാളിറ്റി അനാലിസിസ്, പ്രൊഫിഷ്യൻ്റ് ഇൻ അനാലിസിസ്, പ്രൊഫിഷ്യൻ്റ് ഇൻ അനാലിസിസ്, പ്രൊഫിഷ്യൻ്റ് ഇൻ എന്യൂമറേഷൻ. സോ ബേസിക്കലി നമ്മളൊരു എക്സ്പീരിയൻസിൽ അവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ പ്രൊഫിഷ്യൻസി ലെവലാണ് കൊടുത്തിട്ടുള്ളത്. ആ ജോലിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണോ താങ്കളുടെ പ്രൊഫിഷ്യൻസി ലെവൽ കൊടുക്കുകയാണോ ചെയ്തത് എന്നുള്ളത് ക്ലിയർ അല്ല. ആ ജോലിയിലെ മേജറായിട്ടുള്ള നമ്മുടെ കീ റെസ്പോൺസിബിലിറ്റീസ്, അച്ചീവ്മെൻറ്റ്സ്, റിസൾട്ട്സ്, നമ്മൾ കൊണ്ടുവന്ന റിസൾട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെയാണ് ശരിക്കും അവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവിടെ മേജറായിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ക്ലിയർ ആവുക. സോ പ്രൊഫിഷ്യൻ്റ് എന്നൊക്കെ യൂഷ്വലി ഇപ്പം സ്കിൽസ് എലാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളിൽ പ്രൊഫിഷ്യൻസി ഉണ്ടെന്നുള്ള ടൗണിൽ ഉപയോഗിച്ചത് കറക്റ്റായിട്ടല്ല വന്നിട്ടുള്ളത്. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ആ ഒരു കണ്ടൻറ്റ് മുഴുവൻ ഒന്ന് റീവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഹെഡിങ്ങിലേക്ക് വരുമ്പോൾ പ്രൊജക്റ്റാണ്. ജനുവരി 2023 ടു മെയ് 2023. ഇത് ഒരു അക്കാഡമിക് പ്രൊജക്റ്റ് ആണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെങ്കിൽ ഡെഫിനറ്റ്ലി അക്കാഡമിക് പ്രൊജക്ട്സ് തന്നെ കൊടുക്കുക. ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതാണ് നന്നാവുക. പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ ബോൾഡായിട്ട് കൊടുക്കാം, എന്നിട്ട് സ്ഥാപനത്തിൻ്റെ പേര്, ദെൻ ഏറ്റവും അവസാന ഡേറ്റ് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പീരീഡ് കൊടുത്താൽ മതിയാവും. പിന്നെ എഡ്യൂക്കേഷൻ ഏറ്റവും അവസാനമാണ് വന്നിട്ടുള്ളത്. അത് ഈ അക്കാഡമിക് പ്രൊജക്ട്സിൻ്റെ മുകളിൽ കൊടുക്കാം. അക്കാഡമിക് പ്രൊജക്ട്സ് ആണെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇവിടെയും ഓർഡർ തെറ്റിപ്പോയി. ഏറ്റവും മുകളിൽ പ്രധാനമായിട്ട് നമ്മുടെ കോഴ്സിൻ്റെ പേര് കൊടുക്കുക. ഇത് തന്നെ ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി ബ്രാക്കറ്റിൽ IMSc കെമിസ്ട്രി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതേപടി CGPA 803. അതൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടൻറ്റ് ഇങ്ങനെ ഒരു വേർഡ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ട് അടുത്തത് എഴുതി കഴിഞ്ഞാൽ അതൊരു സെൻറ്റൻസ് പോലെ തുടർച്ചയായിട്ട് പോകുന്ന കാര്യമല്ല. അപ്പം ടൈറ്റിൽ അല്ലെങ്കിൽ കോഴ്സിൻ്റെ പേരെന്താണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി ബ്രാക്കറ്റിൽ IMSc എന്ന് വേണമെങ്കിൽ കൊടുക്കുക. കെമിസ്ട്രി എന്നുള്ള റിപ്പീറ്റ് ചെയ്യേണ്ട. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, അതിൻ്റെ ഏത് ലൊക്കേഷൻ സ്പെസിഫിക്കലി കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. അത് കഴിഞ്ഞ് CGPA, ദെൻ പീരീഡും അതും കൂടി ഏറ്റവും അവസാനം കൊടുക്കാം. സോ ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ആൻഡ് ഈ പറയുന്ന പോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കൊടുത്താൽ മതിയാവും. ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞ ലൊക്കേഷനും, നമ്മളുടെ ഇന്ത്യക്ക് പുറത്ത് വേണമെങ്കിൽ നാഷണാലിറ്റി, ലാംഗ്വേജസ് നോൺ ഒക്കെ അതിനകത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി ഞാൻ ലിങ്ക്ഡിൻ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ഇവിടെ കണ്ട ഒരു പ്രശ്നം, ലിങ്ക്ഡിൻ്റെ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ടച്ച് ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്നില്ല. സോ what I'll have to do is എനിക്കത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ലിങ്ക്ഡിൻ എപ്പോഴും കൊടുക്കുന്ന സമയത്ത് ആ ലിങ്ക് വർക്കിംഗ് ആണ് എന്നുള്ളതൊന്ന് ഇൻഷുർ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ഞാനിത് കോപ്പി ചെയ്തിട്ടും ഇത് വന്നില്ല. കോപ്പി ചെയ്തിട്ട് ഈ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇത് 2 ലൈനിലായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ linkedin.com/ വരെ മാത്രമേ ലിങ്കായിട്ട് വരുന്നുള്ളൂ. ബാക്കി അടുത്ത ലൈനിലായി പോയതുകൊണ്ട് അത് വർക്ക് ചെയ്തിട്ടില്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു പേജിനെ ഡിവൈഡ് ചെയ്ത് 2 ആക്കി നമ്മൾ കൊടുക്കുമ്പോഴത്തെ ഇഷ്യൂസ് വരുന്നത് ഇവിടെയൊക്കെയാണ്. സോ ഞാൻ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു, പേരുണ്ട്, ഹെഡ്ലൈൻ. ഓക്കെ, ഹിയർ കംസ് ദ മേജർ പ്രോബ്ലം. ഇവിടെ ഇപ്പം ഞാൻ കണ്ടൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പീരിയൻസിൽ ഇപ്പോഴത്തെ കെമിസ്റ്റ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് മെയ് 2024 ഓൺവേർഡ്സ് ആണ്. പക്ഷേ താങ്കളുടെ റെസ്യൂമെയിൽ ഇറ്റ് വാസ് 2023 ഓൺവേർഡ്സ്. ആൻഡ് ഇവിടെ ഒരു അഡീഷണൽ എക്സ്പീരിയൻസ് കിടക്കുന്നുണ്ട്, സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു 7 months വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അത് പക്ഷേ റെസ്യൂമെയിലില്ല. സോ ഇങ്ങനെയുള്ള മിസ്മാച്ചസ് ഒരിക്കലും റെസ്യൂമെയിൽ ലിങ്ക്ഡിൽ ഉണ്ടാവാതിരിക്കണം. ആൻഡ് അഡീഷണൽ തിങ്, ഈ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടിൻ്റെ താഴെ അതിൻ്റെ സ്കിൽസിൽ കെമിസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻ സോൾവിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് കൊടുത്തിട്ടുള്ളതിൽ കെമിസ്ട്രി എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി. ഒന്നാമതേ അത് കെമിസ്ട്രിയുടെ C ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഒരു സബ്ജക്റ്റാണ്. സോ താങ്കളുടെ മേജർ സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഇവിടെയൊക്കെ കൊടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ കെമിസ്ട്രി എന്നുള്ളത്
അതിന് തൊട്ട് മുമ്പ് കൊടുത്തിട്ടുള്ള ഒരിടത്ത് പോലും അതിൻ്റെ സി ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടില്ല. തന്നെയല്ല ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും വന്നിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. സോ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സില്ലി എറേഴ്സ് വരുത്താതിരിക്കുക. പിന്നെ +2 പഠിച്ച സ്കൂളിൻ്റെ പേരൊക്കെ എവിടെയാണ് എന്താണെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ കുറച്ച് ഇനീഷ്യൽസും ഏതോ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ലൊക്കേഷനൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പാൻഡ് രീതിയിൽ കൊടുക്കുക. പിന്നെ ലിങ്ക്ഡിനിലുള്ള മറ്റൊരു മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇല്ല. പ്രൊഫൈലിൽ ലൈക്കില്ല, പോസ്റ്റില്ല, കമൻറ്റില്ല, ഒന്നുമില്ല, എൻഗേജ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. അത് ഒരു വലിയ ഡ്രോബാക്കാണ്, അതുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതാണ് പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് റെസ്യൂമയിലേക്ക് വരുമ്പോൾ ഉള്ള കണ്ടൻറ്റിലെ മിസ്മാച്ച് നമുക്ക് ഒട്ടും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് പറയാനുള്ളത്. എന്തായാലും കുറച്ച് കാര്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള സംഗതികളുണ്ട് റെസ്യൂമയിൽ. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ കാണുന്ന മറ്റാർക്കെങ്കിലും ഒരു റെസ്യൂമെ അഡ്വൈസ് ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ റെസ്യൂമെ അയച്ചിട്ട് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ എന്നുകൂടി ഒരു മെസ്സേജ് അയക്കാം. ഇതുപോലൊരു വീഡിയോ ഫോർമാറ്റിൽ നിങ്ങളുടെ റെസ്യൂമെ അഡ്വൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റേതായിട്ടുള്ളൊരല്പം സാവകാശം തരിക, കാരണം ഇപ്പോൾ ഒരുപാട് റെസ്യൂമേസ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യം റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവറോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രിപ്പറേഷനോ മോക്ക് ഇൻ്റർവ്യൂവോ പോലുള്ള സർവീസസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ നമ്പറിൽ ദയവേത് കോൺടാക്ട് ചെയ്യാണ്ട് ഇപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.